റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിനെയും കായിക ലോകത്തെയും സംബന്ധിച്ച് കറുത്ത ദിനമായി മാറിയിരിക്കുകയാണ് ജൂൺ 4. നീണ്ട 17 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ RCB ടീം IPL കിരീടം ഉയർത്തിയതിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ വൻ ദുരന്തത്തിലാണ് കലാശിച്ചത്. RCB ടീമിന് ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൻ സ്വീകരണമൊരുക്കിയപ്പോൾ പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും 11 ആരാധകരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. സ്റ്റേഡിയത്തിന് പുറത്ത് നിയന്ത്രണാതീതമായ ആരാധകരുടെ ഉന്തും തള്ളും ഉണ്ടായപ്പോഴാണ് പോലീസിനത് നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയത്. സ്റ്റേഡിയത്തിന് പുറത്ത് തങ്ങളുടെ ആരാധകരുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരുന്നിട്ടും അകത്ത് RCB ടീം ആഹ്ലാദ പ്രകടനം തുടർന്നത് വലിയ വിമർശനങ്ങൾക്കും വഴിയൊരുക്കി. എന്തുകൊണ്ട് ആ സംഭവം നടന്ന ഉടനെ തന്നെ പരിപാടി ഉപേക്ഷിച്ചില്ലെന്നും ചോദ്യങ്ങൾ ഉയർന്നു. ആഹ്ലാദ പ്രകടനങ്ങളുമായി RCB എന്തുകൊണ്ടാണ് മുന്നോട്ടു പോയതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് BCCI ഒഫീഷ്യൽ. ഇത്രയും വലിയൊരു ദുരന്തം സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിട്ടും RCBയുടെ ആഘോഷ പ്രകടനം എന്തുകൊണ്ട് അവസാനിപ്പിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് IPL ചെയർമാൻ അരുൺ ധുമാൽ. സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ RCB മാനേജ്മെന്റുമായി സംസാരിച്ചിരുന്നു. എത്രയും വേഗത്തിൽ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കാമെന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പും നൽകിയിരുന്നു. ഇത് തീർച്ചയായും വളരെ വേദനാജനകവും ദാരുണവുമാണ്. ആഘോഷ പ്രകടനം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാമെന്ന് RCB ഒഫീഷ്യൽസ് എനിക്കും ഉറപ്പ് നൽകിയിരുന്നുവെന്നും ധുമാൽ വ്യക്തമാക്കി. സ്റ്റേഡിയത്തിന് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്പോൾ അകത്തുണ്ടായിരുന്ന RCBയുടെ ഒഫീഷ്യൽസ് അറിഞ്ഞിരുന്നില്ല. ഈ കാരണത്താലാണ് ആഘോഷ പരിപാടിയുമായി അവർ മുന്നോട്ടു പോയത്. എന്നാൽ ഞാൻ വിളിച്ചു സംസാരിച്ചപ്പോൾ അവർ ഉടൻ അത് മതിയാക്കാൻ പോവുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. വളരെയധികം ദുഃഖകരമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ തട്ടിയുള്ള അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. ഇത് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണോ എന്ന് പോലും നമുക്കറിയില്ല. എങ്ങനെയാണ് ഇത്രയും വലിയ ജനക്കൂട്ടം സ്റ്റേഡിയത്തിലേക്ക് വന്നതെന്നും ധുമാൽ ചോദിക്കുന്നുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ IPL വിജയാഘോഷത്തിനിടെ ആരാധകരുടെ ജീവൻ പൊലിഞ്ഞത് തീർത്തും നിർഭാഗ്യകരമാണെന്നാണ് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല വ്യക്തമാക്കിയത്. ഇതും തീർത്തും നിർഭാഗ്യകരം തന്നെയാണ്. ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആളുകൾക്ക് ക്രിക്കറ്റിനോട് ഇഷ്ടമുണ്ട്. കർണാടകയിലെ മാത്രമല്ല രാജ്യം മുഴുവനുള്ളവർ RCBയുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പരസ്പരം ചവിട്ടിമെതിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അത്രയും ജനക്കൂട്ടം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമെന്നും ഇതിനർത്ഥമില്ല. വളരെ നിർഭാഗ്യകരമാണിതെന്നും രാജീവ് ശുക്ല പറഞ്ഞു. ഈ തരത്തിലുള്ള ആഘോഷ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ മികച്ച പ്ലാനിംഗ് ആവശ്യമായിരുന്നുവെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ ചൂണ്ടിക്കാട്ടി. ഇത് വളരെയധികം നിർഭാഗ്യകരം തന്നെയാണ്. ഇത് ജനപ്രീതിയുടെ നെഗറ്റീവ് വശം കൂടിയാണ്. ക്രിക്കറ്റർമാരോട് അവരുടെ ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണുള്ളത്. സംഘാടകർ ഇത് കൂടുതൽ നന്നായി പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് ഞാൻ അഗാധമായ അനുശോചനം അറിയിക്കുകയാണ്. പരിക്കേറ്റവർ എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.